ഹായ് ഗൈസ്, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫോറക്സ് ലീഗലായിട്ട് ഇന്ത്യയിൽ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നാണ്. ശരിക്കും പറഞ്ഞാൽ ലീഗലായിട്ട് ഇന്ത്യയിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഇല്ലീഗലാണ്, നമുക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. നമ്മൾ പല ആൾക്കാരും P2P ബേസ് ചെയ്യെല്ലാം ഫോറക്സ് ബ്രോക്കർ അക്കൗണ്ടിലെല്ലാം ഫണ്ട് ഡെപ്പോസിറ്റ് വിഡ്രോ ചെയ്യുന്നുണ്ട്. ഇത് സേഫ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സേഫ് അല്ല. ഓക്കെ, ഇതെല്ലാം വരുന്നത് ഫെമ എന്ന് പറഞ്ഞൊരു ആക്ടിന്റെ അണ്ടറിലാണ്. ഫെമ 1999 പറഞ്ഞിട്ടുള്ള ഒരു ആക്ടിന്റെ താഴെയാണ് ഈ കാര്യങ്ങളെല്ലാം വരുന്നുണ്ടാകാം. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു ഫോറക്സ് ബ്രോക്കറിലേക്ക് ഫണ്ട് ഡെപ്പോസിറ്റ് ആൻഡ് വിഡ്രോസ് ചെയ്യാൻ പറ്റില്ല. ഫോറക്സ് ആയിട്ട് ട്രാൻസാക്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള മറ്റു കാര്യങ്ങൾ, ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു രീതിയിലാണ് ആ ഒരു സിസ്റ്റവും കാര്യങ്ങളും വരുന്നുണ്ടാകാം. ഓക്കെ, ഒരിക്കലും നമുക്കൊരു CFD ഫേമിൽ ഒരു ഫോറക്സ് ബ്രോക്കറിലേക്ക് ഫണ്ട് ഡെപ്പോസിറ്റ് ആൻഡ് വിഡ്രോസോ അതിൽ ട്രേഡ് ചെയ്യാനോ വേണ്ടിയിട്ട് പറ്റുന്നതല്ല. അതേപോലെ തന്നെ സെബിയുടെ അണ്ടറിലെല്ലാം ഉണ്ടെങ്കിൽ അതിന് ഇഷ്യൂസും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ഓക്കെ, പക്ഷെ നമ്മളെല്ലാവരും ട്രേഡ് ചെയ്യാറുണ്ട്, ഡെപ്പോസിറ്റ് വിഡ്രോസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ ഉള്ള ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഇത് ലീഗലി ഇഷ്യൂ ഉള്ളതാണോ? ലീഗലി ഇഷ്യൂ ഉള്ളതാണ്. ഒരു ഡിസ്ക്ലെയിമർ ആയിട്ട് പറയാറുണ്ട് ഞാൻ എല്ലാ വീഡിയോസിലും. അതായത് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള റിസ്കിലും കാര്യങ്ങളിലും വേണം നിങ്ങൾ ട്രേഡ് എടുക്കാൻ വേണ്ടി. ഒരാളും പെട്ടെന്ന് വന്നിട്ട് ഇത് ലീഗലാണെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നിങ്ങളെ പറ്റിക്കലാണെന്നാണ് ഇതിന്റെ മെയിൻ അർത്ഥം ഉണ്ടാകുക. ഓക്കെ, ഇതൊരിക്കലും ലീഗലായിട്ടുള്ള കാര്യമല്ല, ഇല്ലീഗലാണ്. P2P ചെയ്യുന്നുണ്ടെങ്കിലും ആ ഒരു ബ്രോക്കറിലേക്കാണ് ഫണ്ട് ഡെപ്പോസിറ്റ് വിഡ്രോ ചെയ്യുന്നുണ്ടാകാം. അത് ഇല്ലീഗൽ ആയിട്ട് ഒരു കാര്യം തന്നെയാണ്, നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. P2P കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ അക്കൗണ്ടിൽ ഒരു USD ആയിട്ട് കാണുന്ന സമയത്ത് എൻ്റെ ആ ഒരു പേയ്മെന്റ് ചെയ്യുന്നത് മറ്റൊരാൾക്ക് പേ ഔട്ട് ആയിട്ടായിരിക്കും പോകുന്നുണ്ടാകാം. ഇത് ബേസ് ചെയ്ത് നോക്കുന്ന സമയത്ത് സേഫ് ആണ്. ബട്ട് നമ്മളൊരു CFD ഫേമിൽ ഒരു ഫോറക്സ് ബ്രോക്കറിലേക്കാണ് ഫണ്ട് ഡെപ്പോസിറ്റ് ആൻഡ് വിഡ്രോ ചെയ്യുന്നത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ അതിന്റെ റിസർച്ചും കാര്യങ്ങളും ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ ചെയ്യുന്നതും ഇല്ലീഗൽ തന്നെയാണ്. ബട്ട് എന്തുകൊണ്ടാണ് നമ്മൾ പിടിക്കപ്പെടാത്തതിന്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമുക്കിതിന് നോട്ടീസും കാര്യങ്ങളെല്ലാം ഫെമ ആക്ട് വയലേഷൻ ചെയ്യലാണെന്നുണ്ടെങ്കിൽ നോട്ടീസും കാര്യങ്ങളെല്ലാം വരുന്നതായിരിക്കും. നമ്മൾ മെയിനായിട്ട് പിടിക്കപ്പെടാത്തതിന്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വലിയൊരു എമൗണ്ടിൽ ചെയ്യാത്തത് കൊണ്ടാണ് നമുക്ക് ആ ഒരു ഇഷ്യൂസും കാര്യങ്ങളും വരാത്തത്. ഓക്കെ, പല ആൾക്കാരും അതുകൊണ്ടാണ് ഫോറക്സിൽ വലിയ രീതിയിൽ എമൗണ്ട് ചെയ്യുന്ന സമയങ്ങളിൽ പുറത്തേക്ക് പോയിട്ട് അവിടെ രജിസ്ട്രേഷൻസും അവിടെ IDസും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അവിടെ അക്കൗണ്ട്സ്, ഗൾഫ് രാജ്യങ്ങളിൽ അവിടെ അക്കൗണ്ട്സും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്ത് അവിടെ നിന്ന് ട്രേഡ് ചെയ്യുന്നത്. ഇന്ത്യയിൽ നമുക്ക് ലീഗൽ അല്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, ഒരു പരിധി വരെ നമുക്ക് ഒരു വർഷം ഒരു 50 to 20 ലാഖ് ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ നമുക്കത് ഒരു ടാക്സബിൾ ആയിട്ട് ബിസിനസ്സിംഗ് ആയിട്ടെല്ലാം കാണിച്ചിട്ട് ഒരു രീതിയിൽ നിങ്ങൾക്ക് ചാർട്ടർ അക്കൗണ്ട്സ് എല്ലാം ആയിട്ട് സംസാരിച്ചിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നതാണ്. ബട്ട് അത് കൂടുതൽ ഉണ്ടാക്കലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറേണ്ടതായിട്ട് ചിന്തിക്കേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ വേറെ രജിസ്ട്രേഷൻസ് അല്ലെങ്കിൽ അവിടെ നിങ്ങളുടെ ഫ്രണ്ടിന്റെ പേരിൽ രജിസ്റ്ററും കാര്യങ്ങളും ചെയ്ത് അവിടെ നിങ്ങൾ ക്രിപ്റ്റോ വഴി ഡെപ്പോസിറ്റ് വിഡ്രോ ചെയ്ത് ഇവിടുന്ന് ട്രേഡും കാര്യങ്ങളും ചെയ്യുന്ന രീതിയിൽ നോക്കേണ്ടതായിട്ടുണ്ടാവും. ഓക്കെ, പറയുന്നത് ക്ലിയർ ആയോ? അതായത് അവിടെയുള്ള നിങ്ങളുടെ ഫ്രണ്ടിന്റെ IDസും കാര്യങ്ങളും അവിടെ പുള്ളി തന്നെ ഫണ്ട് ഡെപ്പോസിറ്റ് വിഡ്രോസിലും ചെയ്ത് അവിടുത്തെ IDസും കാര്യങ്ങളും ഉപയോഗിച്ച് നിങ്ങൾ ഇവിടെ നിന്ന് ട്രേഡും കാര്യങ്ങളും ചെയ്യേണ്ടി വരും. ആ ഫണ്ട് വിഡ്രോസും കാര്യങ്ങളും എടുക്കുന്നുണ്ടെങ്കിൽ ക്രിപ്റ്റോ വഴിയും മറ്റു രീതിയിലെല്ലാം നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നതായിരിക്കും. ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നതാണ്. അതേപോലെ കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുള്ള പല മെത്തേഡ്സും കാര്യങ്ങളുണ്ട്. അത് മറ്റൊരു രീതിയിൽ നിങ്ങൾ ലാർജ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമ്മൾ വളരെ ചെറിയ രീതിയിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 10 to 50 ലാഖ് അല്ലെങ്കിൽ ഒരു 10 ലാഖ് എല്ലാം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പിടിക്കപ്പെടാതിരിക്കാം. ഓക്കെ, പിടിക്കപ്പെടാതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ടീസും കാര്യങ്ങൾ വരാതിരിക്കാം. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോൾ ഫണ്ട് ഡെപ്പോസിറ്റ് വിഡ്രോ ചെയ്യുന്ന സമയത്തും വലിയ ലാർജ് എമൗണ്ട് ആയിട്ട് ചെയ്യാതിരിക്കാം. മാക്സിമം ഒരു വിഡ്രോ ചെയ്യുന്ന സമയത്ത് ഒരു 40,000 രൂപ അല്ലെങ്കിൽ ഒരു 30,000 രൂപ അല്ലെങ്കിൽ 20,000 10,000 ആ ഒരു രീതിയിൽ വിഡ്രോ ചെയ്ത് പതിയെ നിങ്ങൾ ബാങ്ക് അക്കൗണ്ടിലേക്ക് ആയാലും ക്രിപ്റ്റോ ആയാലും ആ ഒരു രീതിയിൽ പേ ഔട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ, ഇപ്പം ബൈനാൻസ് എല്ലാം ലീഗലി FIU രജിസ്റ്റേർഡ് ആണ്. ആ ഒരു സമയത്ത് നമ്മൾ ആ ഒരു ഏരിയയിലേക്ക് ഫണ്ട് ഡെപ്പോസിറ്റ് വിഡ്രോ ചെയ്ത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇടുന്ന സമയത്ത് നമ്മൾ എന്തായാലും അതിന് സോഴ്സ് കാണിക്കേണ്ടതായിട്ടുണ്ടാവും വലിയൊരു എമൗണ്ട് ആകുന്ന സമയത്ത്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ബിസിനസ്സിംഗ് ആയിട്ട് കാണിക്കാനും മറ്റു രീതിയിൽ നിങ്ങൾ ചാർട്ടർ അക്കൗണ്ട് സംസാരിച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അതിലെല്ലാം നിങ്ങൾ തന്നെ നോക്കിയിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇതിന്റെ റിസ്ക് ഫാക്ടറാണ് ഞാൻ പറയുന്നത്. അത് ആലോചിച്ച് നിങ്ങൾ പേടിക്കേണ്ടതായിട്ടില്ല. നമ്മൾ ചെറിയ ചെറിയ എമൗണ്ട്സിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, ഒരു വർഷത്തിൽ 10-15 ലക്ഷത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷെ മൊത്തത്തിൽ നോക്കലാണെന്നുണ്ടെങ്കിൽ ലീഗൽ അല്ല, ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഇതിന്റെ ഫൈനും കാര്യങ്ങളും സംസാരിക്കലാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും ആരും ഇങ്ങനെ സംസാരിക്കണില്ല. ഓക്കെ, ഞാൻ പല വീഡിയോസ് നോക്കുന്ന സമയത്ത് പല ആൾക്കാരും ഇതിനെ കുറിച്ചൊന്നും സംസാരിക്കും. എല്ലാവരും പോസിറ്റിവിറ്റി മാത്രമേ സംസാരിക്കുന്നുള്ളൂ. അപ്പോൾ ഇതിന്റെ ഫൈൻസ് പറയലാണെന്നുണ്ടെങ്കിൽ 300% തന്നെ ഫൈനും കാര്യങ്ങളും. അതായത് നമ്മൾ ഡെപ്പോസിറ്റ് വിഡ്രോസിനും ചെയ്താലും ബേസ് ചെയ്തിട്ടായിരിക്കും ആ ഒരു ഫൈനും കാര്യങ്ങളും വരുന്നുണ്ടാകുക. ഡെപ്പോസിറ്റ് വിഡ്രോ ചെയ്തതിന്റെ 3 ഇരട്ടിയിലായിരിക്കും നമ്മൾ പേ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ടാകുക. ഓക്കെ, അതിന്റെ കണക്ക് കറക്റ്റായിട്ട് എനിക്കറിയില്ല, ആ ഒരു രീതിയിലാണ് വരുന്നുണ്ടാകുക. ഫൈൻ ഞാൻ നോക്കിയ സമയത്ത് ആ ഒരു രീതിയിലാണ് കണ്ടിട്ടുള്ളത്. നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടേതായിട്ടുള്ള റിസ്ക്കും കാര്യങ്ങളും എടുത്തിട്ട് ചെറിയ എമൗണ്ട്സിലെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്.
നമുക്ക് 10 to 20,000 പയ്യെ വിഡ്രോ ചെയ്തെല്ലാം എടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, വേണമെങ്കിൽ വീക്കിലി നമുക്കൊരു 40,000 എന്നുള്ള രീതിയിലും ആ രീതിയിലെല്ലാം നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. വളരെ അഗ്രസീവായിട്ട് നിങ്ങൾ ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ടിലേക്ക് വിഡ്രോസും കാര്യങ്ങളും എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് നോട്ടീസബിൾ ആകാനും നിങ്ങൾക്ക് ഇഷ്യൂസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അതേപോലെ നിങ്ങൾ കറക്റ്റായിട്ട് ITR ഫയലും കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. നിങ്ങൾ ചാർട്ടർ അക്കൗണ്ടന്റ് ആയിട്ട് കറക്റ്റായിട്ട് സംസാരിച്ച് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നോക്കുക. അവർ പറഞ്ഞിരുന്നതായിരിക്കും ബിസിനസ്സിംഗ് ആയിട്ട് എങ്ങനെയെല്ലാം കാണിക്കാൻ പറ്റും, എങ്ങനെയെല്ലാം ടാക്സബിൾ ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വരുന്ന കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഏത് മെത്തേഡിൽ ചെയ്യാൻ പറ്റും. നമുക്ക് പ്രോഫോംസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് സിമുലേറ്റഡ് ആയിട്ടുള്ള ക്യാപിറ്റൽസ് ആണ്. ഒരിക്കലും ഫോറക്സുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സിമുലേറ്റഡ് ഫണ്ടിലായിരിക്കും ട്രേഡ് ചെയ്യുന്നുണ്ടാകുക. കറന്റ് അതിന് നമുക്ക് ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഇല്ല, നമുക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. പിന്നെ പേ ഔട്ടും കാര്യങ്ങളും നമുക്ക് റൈസ് വൈസ് അങ്ങനത്തെ പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. ക്രിപ്റ്റോ വഴി പേ ഔട്ട് എടുക്കാൻ പറ്റുന്നതാണ്. ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കറക്റ്റായിട്ട് അതിൻ്റെ ഡോക്യുമെന്റ്സ്, ഇപ്പോൾ വിഡ്രോവൽ സർട്ടിഫിക്കറ്റ്സ്, അതേപോലെ നിങ്ങൾ പേയ്മെന്റ് ചെയ്ത സർട്ടിഫിക്കറ്റ്, ഇതെല്ലാം നിങ്ങൾ സൂക്ഷിച്ച് ഒരു ഫയലാക്കി വെക്കാൻ വേണ്ടി നോക്കുക. എപ്പോഴെങ്കിലും ഒരു ഇഷ്യൂസ് വരുത്താണ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇന്ന സോഴ്സ് ഓഫ് ഇൻകം ആണെന്ന് പറഞ്ഞിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു ഗ്രേ ഏരിയയിലുള്ളതാണ്. ഇത് ലീഗലി ഒന്നും അവർ പറഞ്ഞിട്ടുമില്ല, അതേപോലെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഗ്രേ ഏരിയയിൽ ഫണ്ട് അക്കൗണ്ട്സ് ട്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ CFD ബ്രോക്കിംഗ് ഫേംസിൽ നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. വലിയ എമൗണ്ട്സിലേക്ക് പോകുന്ന സമയത്ത് പേ ഔട്ട്, ഡെപ്പോസിറ്റ് പിന്നെ നമുക്ക് നോക്കാം. ഡെപ്പോസിറ്റ് ഒരു രീതിയിൽ നമുക്ക് കൺട്രോൾ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. പക്ഷെ വിഡ്രോസ് ചെയ്യുന്ന സമയത്ത് ലാർജ് ആയിട്ടുള്ള എമൗണ്ട്സ് ചെയ്യുന്നത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, എല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പണിയിട്ടാനുള്ള പോസിബിലിറ്റി പേടിക്കേണ്ടതായിട്ടില്ല. കുറേ ആൾക്കാർ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് സേഫ് ആണെന്നല്ല അതിനർത്ഥം ഉണ്ടാകാം. ചെയ്യാം, പക്ഷെ വളരെ ചെറിയ രീതിയിലാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. വലിയ രീതിയിൽ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് ക്യാപിറ്റലിൽ നല്ല രീതിയിൽ ഹൈ ആക്കി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സമയത്ത്, ഇപ്പോൾ ഞാൻ ക്യാപിറ്റൽ വലിയ രീതിയിൽ എന്ന് പറയുമ്പോൾ ഒരു 30 അല്ലെങ്കിൽ ഒരു 20 lakhs മുകളിലോട്ട് നിങ്ങൾ വിഡ്രോ ചെയ്യുന്ന രീതിയിലേക്കുള്ള സെറ്റപ്പിലേക്ക് മാറലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും മാറി ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള സെറ്റപ്പ് നിങ്ങൾ സംസാരിച്ചിട്ട് വേറെ എന്തെങ്കിലും ലൂപ്പോൾസും കാര്യങ്ങളും തേടേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടാകാം. പല ആൾക്കാർ സംസാരിക്കാത്ത കാര്യമാണ് ഇതിന്റെ ലീഗൽ ഇഷ്യൂസ്, അതേപോലെ തന്നെ ഇതിന്റെ റിസ്ക് ഫാക്ടറും. ശരിക്കും നല്ല റിസ്ക് ഉള്ള ഒരു ഏരിയ ആണ്. നിങ്ങൾ ഒരു മാർക്കറ്റിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നല്ല രീതിയിൽ ഫോറക്സ് ഇപ്പോൾ നല്ല രീതിയിൽ ഫേമസ് ആയിട്ട് വരുന്ന സമയമാണ്. കുറേ ആൾക്കാർ ചെയ്യുന്നുണ്ട്. അപ്പം കറക്റ്റായിട്ട് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുക, പഠിക്കുക, അതിനുശേഷം മാത്രം നിങ്ങൾ ചെയ്യാം. ഓക്കെ, ലാർജ് എമൗണ്ടിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടാവും. ഓക്കെ, പല ആൾക്കാരും കമന്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. പക്ഷേ നിങ്ങൾ സേഫായിട്ട് നോക്കേണ്ടതാണ്. എപ്പോഴും ഗവൺമെന്റ് നമുക്ക് നല്ലത് ചെയ്യുന്ന സ്ഥലങ്ങളിലെല്ലാം ഇങ്ങനത്തെ ഒരു അടി തന്നിട്ടാണ് നിൽക്കാറുണ്ടാകുക. ഓക്കെ, അത്രയും മാർജിൻസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് CFD ഫേംസിൽ. മെയിനായിട്ട് ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോറക്സ് ബ്രോക്കേഴ്സിൽ ഒരുപാട് സ്കാംസ് നടക്കുന്നുണ്ട്. സെൻട്രലൈസ്ഡ് അല്ല, ഇങ്ങനത്തെ കുറെ കുഴപ്പങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇന്ത്യ തന്നെ അക്സെപ്റ്റ് ചെയ്യാത്തത്. ഓക്കെ, ഇപ്പൊ ക്രിപ്റ്റോ വന്ന സമയത്ത് നമുക്ക് നല്ലൊരു ഐഡിയ തന്നിട്ടുണ്ടായിരുന്നു അല്ലേ, അതായത് 30% TDS. ഇതൊന്നും നമുക്ക്, അതായത് ഓഫ്സെറ്റ് ഇല്ല. ലോസ് ആയാലും പ്രോഫിറ്റ് ആയാലും, പ്രോഫിറ്റിന് നമ്മൾ ടാക്സ് കൊടുക്കണം, ലോസിന് നമുക്ക് ഓഫ്സെറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ കുറെ പണി അവർ തന്നിട്ടാണ് അത് ലീഗലൈസ്, ട്രേഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഓക്കെ, അത് ഡീസെൻട്രലൈസ്ഡ് ആയതുകൊണ്ടാണ് അവർ അത്രയും കാര്യങ്ങൾ ഹോൾഡ് ചെയ്ത് വെക്കുന്നത്. അതേപോലെ എല്ലാ രാജ്യങ്ങളും ചെയ്യുന്നതുകൊണ്ടാണ്, ഒരു നാണക്കേടാണ്ട എന്നുള്ള രീതിയിലാണ് അവർ ചെയ്യാനും ഉദ്ദേശിച്ചുള്ളത്. പക്ഷെ ഭാവി എന്തായാലും ക്രിപ്റ്റോനെല്ലാം ഉണ്ട്. പക്ഷെ ഫോറക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് കറൻസീസിൽ ട്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ്. INR ആയിട്ട് വരുന്ന പേഴ്സിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇന്ത്യൻ ബ്രോക്കേഴ്സിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ അവിടെയുള്ള കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് മാർജിൻസോ കാര്യങ്ങളോ കിട്ടുന്നുണ്ടാവില്ല. ഇത്രയും മാർജിൻസ് നമുക്ക് കിട്ടുന്നുണ്ടാവില്ല. അതേപോലെ തന്നെ വോളിയം വളരെ കുറവാണ്. ഞാൻ ഒരുപാട് നാൾ അതിൽ ട്രേഡ് ചെയ്ത ഒരാളാണ്. ഓക്കെ, നമുക്ക് ഓപ്ഷൻസ് സെല്ലിംഗ് എല്ലാം ചെയ്യാൻ പറ്റും. അടിപൊളിയായിട്ട് നമുക്ക് സെല്ലിംഗ് ചെയ്ത് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പെട്ടെന്ന് ഒരു ദിവസം ഞാൻ USD INR ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതിന് എന്താ പറയുക, റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും വന്നതിന് ശേഷം ഞാൻ സ്റ്റോപ്പ് ചെയ്ത് പിന്നെ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, പക്ഷെ നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഏരിയ തന്നെയായിരുന്നു ഓപ്ഷൻ സെല്ലിങ്ങിൽ. പക്ഷെ വോളിയം തീരില്ല. നമുക്ക് വിചാരിച്ച ഏരിയയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റാത്തൊരു ഇഷ്യൂസ് ഉണ്ടായിരുന്നു അവിടെ. ഓക്കെ, ഓപ്ഷൻസിലെല്ലാം. അപ്പോൾ ഇത്രയൊക്കെയാണുള്ളത്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ പറ്റുന്നതാണ്. ഒരുപാട് കാര്യങ്ങൾ ഞാൻ വിട്ടുപോകാൻ പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, ഞാൻ അടുത്ത ഇതിന് റിലേറ്റഡ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോ ചെയ്യുന്നതാണ്. അതേപോലെ നിങ്ങൾ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അതേപോലെ ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കി. ഇതേപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. പേടിക്കേണ്ടതില്ല. സേഫായിട്ട് നിങ്ങളെ റിസർച്ചും കാര്യങ്ങളും ചെയ്തതിന് ശേഷം മാത്രം ചെയ്യുക. ആര് പറഞ്ഞെന്ന് വിചാരിച്ചുകൊണ്ട് എടുത്താടി ചെയ്യാതിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് പ്രോഫോംസ് നോക്കാൻ പറ്റുന്നതാണ്, കുഴപ്പമില്ല. ഒരു ഗ്രേ ഏരിയ ആണെന്ന് മനസ്സിലാക്കാം. അവിടെ ഞാൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചാടിക്കയറി നോക്കേണ്ടതായിട്ടില്ല. നിങ്ങളുടേതായിട്ടുള്ള റിസർച്ചും കാര്യങ്ങളും നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ ബൈ, നെക്സ്റ്റ് വീഡിയോ കാണാം. എന്തെങ്കിലും കാര്യം വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട് നമ്മൾ ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ക്ലിയർ ചെയ്യുന്നതാണ്. പറ്റുന്നുണ്ടെങ്കിൽ ഒരു CA എന്നുള്ള രീതിയിൽ കോൺടാക്ട് ചെയ്തിട്ട് അങ്ങനെ നമ്മളൊരു പോഡ്കാസ്റ്റ് പോലും ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ,
അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.